നമുക്ക് ഗരുഡൻ ഉപാസനാമൂർത്തിയാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അതിന് പകരം വേറൊരെണ്ണത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്താൽ ഗരുഡകോപം ഉണ്ടാവും. പുരുഷന്മാരെ പോലും ഇപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഗരുഡ ഉപാസന എടുക്കുന്നവർ. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ഗരുഡനുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് തിരക്കിപ്പോയതല്ല, എൻ്റെ അടുത്തേക്ക് ഗരുഡൻ ഇങ്ങോട്ട് വന്നതാണ്. രക്ഷസിന്റെ കണക്കുകൾ ഗരുഡനെ കൊണ്ട് തീർക്കാൻ പറ്റും. കുറച്ച് എല്ലാം ഒന്നും തീർക്കാൻ പറ്റത്തില്ല, രക്തരക്ഷസ് പോലുള്ള മൂർത്തികൾ തീർക്കാൻ പറ്റും. കിഡ്നിക്ക് പ്രശ്നം വരെ സർപ്പദോഷം കൊണ്ടാണ്. 11 ഗുളിക നിന്ന അനുഗ്രഹമാണ്. പ്രേതങ്ങൾ മൊത്തം അനുഗ്രഹ സ്ഥാനത്ത് വരുമെന്ന്. ചിലർ വെള്ളി ബിംബത്തിലെ ചില മരപ്രതിമയിലൊക്കെ ആവാഹിക്കും. എനിക്കതൊന്നും വേണ്ട, ഒരു നാണയത്തെ മതി. എൻ്റെ ശരീരത്തിൽ തന്നെ വേറെ ദേവതാ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവർ വരുന്നതോ പോകുന്നോ ഒന്നും എനിക്കറിയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ മരിച്ചു പോയ ആളെ അതിനെ എനിക്ക് തലേന്ന് കാണാൻ പറ്റും. കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരാൾ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ചിങ്ങനെ മണ്ണ് 4 മൂലയ്ക്കൊന്നും മണ്ണെടുത്ത് എങ്ങോട്ടോ നടന്നു പോകുന്നു. ഇത്രയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ആ സ്വപ്നം കണ്ട് അപ്പോഴും തന്നെ നമ്മൾ എഴുന്നേക്കും. എഴുന്നേറ്റ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഇങ്ങനെ ഒരു ചിരട്ടയിൽ മണ്ണുമായിട്ട് നിങ്ങൾ പോയല്ലോ, എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നതിൽ ഏറ്റവും കൂടുതലും ഇപ്പോൾ എല്ലാത്തിലും പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഗരുഡോപാസന. അല്ലെങ്കിൽ ഗരുഡൻ വന്ന് പൂജ ചെയ്യുമ്പോൾ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഗരുഡൻ എപ്പോഴും പ്രത്യക്ഷമാകുന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ഗരുഡോപാസന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ നമ്മുടെ കൃഷ്ണപ്പരുന്ത് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും അവസാനം മോഹൻലാലിൻ്റെ ഒരു മരണമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രഹ്മചാരിയായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ദേവതകളെ ഉപാസിക്കാൻ പാടില്ല, അങ്ങനെ കുറേ അതിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ യഥാർത്ഥ ഗരുഡോപാസന? ഗരുഡോപാസന എന്ന് പറയുന്നത് നിഷ്ഠകളുണ്ട്, നല്ല രീതിക്കുള്ള നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠ പാലിച്ചില്ലെങ്കിൽ പ്രശ്നം വരും. ഇത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകളെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പുരുഷന്മാരെ പോലും ഇപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഗരുഡോപാസന എടുക്കുന്നവർ. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ഗരുഡനുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് തിരക്കിപ്പോയതല്ല, എൻ്റെ അടുത്തേക്ക് ഗരുഡൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് പാരമ്പര്യത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുകയാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലായിരുന്നു, ഒരു പക്ഷേ ഞാൻ പറഞ്ഞേനെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞേനെ. ഞാൻ എൻ്റെ ചെറുതിലെ തന്നെ എനിക്കിപ്പോൾ ഇത്ര പ്രായമായിട്ടുള്ളൂ. അപ്പം ഞാനൊരു 8 വർഷം മുന്നേ വരുമ്പോൾ അത്രയും കൂടെ യങ് ആയിരുന്നു എന്ന് വിചാരിക്കണം. ആ ഏജിൽ ഞാൻ എടുത്തതാണ് ഗരുഡോപാസന എടുത്തത്. അപ്പോൾ അത് നമ്മൾ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട്, മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഇതിൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പവർ നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രഹ്മചര്യം പാലിക്കണം. മറ്റുള്ള ദേവതകളെ ഉപാസിക്കാൻ പാടില്ല. അങ്ങനെ ഇല്ല. കരുക്കളെയാണ് പുറത്തുനിന്ന് എടുക്കുന്ന ദേവതേനെ കരു എന്നാണ് പറയുന്നത്. സ്വന്തം ധർമ്മദേവത ഒഴിവെ മറ്റൊരിടത്ത് പോയി എടുത്തുകൊണ്ട് വരുന്നതിനെ ഉപാസനാമൂർത്തി എന്നും പറയും. ഒരു കർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനെ കരുവെന്നും പറയും. അപ്പോൾ ഈ കരുക്കളെ, ഈ ശ്രീകൃഷ്ണപ്പരുന്ത് സിനിമയ്ക്കകത്ത് അവസാനം സംഭവിക്കുന്ന മറ്റൊരു വേണ്ടാത്ത ഒരു ദേവതയെ എടുത്തു വെച്ച് ഉപാസിച്ചു. സ്വന്തം ധർമ്മദേവതയായിരുന്ന ഗരുഡനെ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിൽ നിന്ന് വന്ന ഗരുഡകോപം കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതായിട്ടല്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ചെറുപ്പത്തിൽ എപ്പോഴും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗരുഡൻ ഉപാസനാമൂർത്തിയാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അതിന് പകരം വേറൊരെണ്ണത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്താൽ ഗരുഡകോപം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗരുഡോപാസന എങ്ങനെയാണ് ഗരുഡനെ ഉപാസിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിളിപ്പുറത്താണ് ദേവത. വിളിച്ച് നേദ്യം കൊടുത്ത് അങ്ങനെയാണ്. അപ്പം ഞാൻ വ്യാഴാഴ്ച ദിവസം കൃത്യമായിട്ട് അദ്ദേഹത്തിനുള്ള കർമ്മങ്ങൾ വിളിച്ചു വരുത്തി കർമ്മം കൊടുക്കും. അങ്ങനെ ഈ ഗരുഡോപാസന കൊണ്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു സർപ്പങ്ങൾ, അല്ലെങ്കിൽ ഏതെല്ലാം വിഷയങ്ങൾ നമുക്ക് ഗരുഡനെ ഉപാസിച്ച് അല്ലെങ്കിൽ ഗരുഡനെ കൊണ്ട് പ്രശ്നങ്ങൾ തീർപ്പിക്കാൻ കഴിയും? ഗരുഡനെ കൊണ്ട് കർമ്മത്തിൽ 2 കാര്യങ്ങൾക്കാണ് ഗരുഡനെ ഇറക്കാൻ പറ്റുക. ഒന്ന് രക്തരക്ഷസ് പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കളത്തിൽ ഗരുഡൻ തലയ്ക്ക് മുകളിൽ നിന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. രക്ഷസിന്റെ കണക്കുകൾ ഗരുഡനെ കൊണ്ട് തീർക്കാൻ പറ്റും. കുറച്ച് എല്ലാം ഒന്നും തീർക്കാൻ പറ്റത്തില്ല, രക്തരക്ഷസ് പോലുള്ള മൂർത്തികൾ തീർക്കാൻ പറ്റും. 2 സർപ്പത്തിനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗരുഡനെ കൊണ്ട് തീർക്കാം. പക്ഷെ സർപ്പത്തിന്റെ ദുരിതം ഉണ്ടാകാതെ ആ സർപ്പത്തിന് ന്യായം ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ടേ ഗരുഡനെ ഇറക്കാവൂ. ഗരുഡനെ കൊണ്ട് പ്രശ്നം തീരും, പ്രശ്നം അവിടെ സോൾവ് ആകും. ചിലപ്പോൾ ഈ കടുത്ത സർപ്പദോഷം കൊണ്ട് ഈ കുട്ടികളുണ്ടാകാത്ത വിഷയങ്ങളുണ്ട്. സർപ്പം ദോഷത്തിൽ വന്നാൽ ഈ കണ്ണിൻ്റെ കാഴ്ച പോവുക, ചെവിയുടെ കേൾവിശക്തി കുറയുക, കണ്ണിനിങ്ങനെ ഒരു മൂടൽ പോലെ വരിക, കാൽപ്പത്തിക്ക് നീര് വെക്കുക, ശരീരം മൊത്തം ചിലപ്പോൾ ഇങ്ങനെ നീര് കെട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കിഡ്നിക്ക് പ്രശ്നം വരെ സർപ്പദോഷം കൊണ്ടാണ്. അങ്ങനെ വരെ വരുന്നുണ്ട് സർപ്പദോഷം കൊണ്ട്. മണ്ണിലിരിക്കുന്ന സർപ്പത്തിൻ്റെയൊക്കെ ദോഷം കൊണ്ടൊക്കെ അങ്ങനെ വരാം. അങ്ങനെയൊക്കെ വരുന്നതിനെയൊക്കെ നമുക്ക് ഗരുഡനെ ഉപയോഗിച്ച് ഇതെല്ലാം തീരും. പക്ഷെ എന്നാലും ആ സർപ്പം സ്വന്തം ദേവതയാണോ എന്ന് നോക്കണം. ആഭിചാരത്തിൽ കൂടെ വന്ന ദേവതയാണെങ്കിൽ ഗരുഡനെ ഉപയോഗിച്ച് തീർത്ത് കളയാം.
അല്ലെങ്കിൽ ആ സർപ്പത്തിനെ തന്നെ എടുത്ത് ചെയ്യണം. ഈ സർപ്പശാപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. അത് ഞാൻ എടുത്ത ഒരു കർമ്മമാണ്, കുറച്ച് നാളായതാണ്. ഒരു ആളുടെ, അദ്ദേഹം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കുറേ അറിയുന്ന ഒരു മാന്ത്രികനാണ്, നല്ല ഉപാസകനുമാണ്, നല്ല കർമ്മ ബലമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സർപ്പദോഷമുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി ഇവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പക്ഷേ ആ സ്വന്തം നിലയ്ക്ക് നോക്കിയിട്ടും ഇവർ തിരിച്ചു വന്നില്ല. 4 വർഷമായി പോയിട്ട്. 4 വർഷമായിട്ടും മറ്റ് മാന്ത്രികരെ അദ്ദേഹം ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് മാന്ത്രികരെ കൊണ്ട് കർമ്മമൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ എന്നിട്ടൊന്നും തിരിച്ചു വന്നില്ല. തിരിച്ചു വരാതിരുന്നിട്ട് ലാസ്റ്റ് മറ്റൊരാൾ പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കണക്റ്റ് ആവുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ദക്ഷിണ, എനിക്ക് തോന്നുന്നു ദക്ഷിണ കിട്ടിയ അന്ന് വൈകുന്നേരം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ അതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരാൾ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ചിങ്ങനെ മണ്ണ്, 4 മൂലയ്ക്കൊന്നും മണ്ണെടുത്ത് എങ്ങോട്ടോ നടന്നു പോകുന്നു. ഇത്രയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ആ സ്വപ്നം കണ്ട് അപ്പോഴേ തന്നെ നമ്മൾ എഴുന്നേക്കും. എഴുന്നേറ്റ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഇങ്ങനെ ഒരു ചിരട്ടയിൽ മണ്ണുമായിട്ട് നിങ്ങൾ പോയല്ലോ, എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് പോയത് വെട്ടിക്കോട്ട് അമ്പലത്തിലേക്കാണ് പോയത് എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് മണ്ണെടുത്ത് വെട്ടിക്കോട്ട് അമ്പലത്തിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഞാനിങ്ങനെ ഒരു അശുദ്ധി എന്നൊരു വാക്ക് ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അശുദ്ധിയായിട്ടുണ്ട്, വെട്ടിക്കോട് അമ്പലത്തിന് അശുദ്ധിയായിട്ടുണ്ട് നിങ്ങൾ മുഖാന്തരം. അതുകൊണ്ട് അവിടെ ചെന്ന് അവിടുത്തെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി കൊണ്ടും പാല് കൊണ്ടും കരിക്ക് കൊണ്ടും അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടെ ചെന്ന് അഭിഷേകം ചെയ്തു. ഇതിലെ എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അത് ഭയങ്കര അത്ഭുതം തോന്നിയൊരു ഇതാണ്. കറക്റ്റ് ഒരു 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡൈവോഴ്സിൻ്റെ ഇതിൽ നിൽക്കുമായിരുന്നു. പക്ഷെ അവർ തിരിച്ചു വന്നു, ആ മക്കളും ആ ഭാര്യയും തിരിച്ചു വന്നു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞ ദക്ഷിണയുടെ 3 ഇരട്ടി അദ്ദേഹം എനിക്ക് കൊണ്ട് തന്നു. എനിക്ക് അദ്ദേഹത്തിനും അത് ഭയങ്കര ഇതായിപ്പോയി. പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീയാണല്ലോ, ഇവർ ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഒരു ചിന്ത ആൾക്കുണ്ടായിരുന്നിരിക്കണം. പിന്നെ പോരെങ്കിൽ പുള്ളി നല്ല അറിയപ്പെടുന്ന ഒരു മാന്ത്രികനാണ്. പക്ഷേ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മാന്ത്രികനായതുകൊണ്ട് നമ്മളാണ് ഇത് ചെയ്തതെന്ന് ഇദ്ദേഹം ആരോടും പറയത്തില്ലല്ലോ. പക്ഷെ എന്നിട്ടും പല സ്ഥലങ്ങളിലും അദ്ദേഹം എൻ്റെ പേര് പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കാര്യം എടുത്താൽ നടക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടൊന്നുമില്ല. പൊതുവെ ഞാൻ ആർക്കും അങ്ങോട്ടൊരു ശല്യത്തിനോ ഒരു പ്രശ്നത്തിനോ പോകുന്ന ഒരാളൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു ചില ഗ്രൂപ്പുകളുണ്ട്, ചില മാന്ത്രിക ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് ചില സാധാരണക്കാരുടെ ക്വസ്റ്റ്യൻ വരും. അതിന് ഞാൻ ചിലർക്കൊക്കെ ആൻസർ കൊടുക്കാറുണ്ട്. ഈ ഗ്രൂപ്പിലൊരു മെമ്പർ ആയതുകൊണ്ട് ഇവരൊരു പ്രശ്നം എങ്ങും കിട്ടാത്തത് കൊണ്ട്, ഒരു വഴി അറിയാത്തത് കൊണ്ടായിരിക്കും ഈ ഗ്രൂപ്പിൽ കൊണ്ടിടുക. അപ്പോൾ അതിൽ ഞാൻ പലർക്കും നമുക്കിത് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ മറുപടി കൊടുക്കുന്നത്. അങ്ങനല്ല, നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ്, നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടാൽ തീർക്കും, ഇല്ല എൻ്റെ അടുത്തോട്ട് വാ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ ആരെയും വിളിക്കാറില്ല. പ്രശ്നമുണ്ട്, ഇന്നതാണ് പ്രശ്നം എന്ന് പറയാറുണ്ട്. അതിൽ മൊത്തം പുരുഷന്മാരാണ്, ഈ മേഖലയിൽ മൊത്തവും പുരുഷന്മാരാണ്. എനിക്ക് തോന്നുന്നൊരു 10% പോലും സ്ത്രീകളില്ല. അത് ഈ മലവാര കർമ്മം ഞാൻ ചെയ്യുന്നോ, ഇല്ല എനിക്ക് കുറച്ച് ഈ കർമ്മം ചെയ്യാനുള്ളൊരിതുണ്ടെന്ന് കണ്ടിട്ടോ ഭയങ്കരമായിട്ട് ഈ മാന്ത്രികർക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അത് എന്നെ ബാധിക്കുന്നതല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗരുഡ ഉപാസനയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേവതകളെ എല്ലാം ഉപാസിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ശക്തി എപ്പോഴെങ്കിലും വന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഇല്ല. അതൊക്കെ ഉണ്ടായിരിക്കും, ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളിത് വിളിക്കുന്നേ. വിളിക്കുമ്പോൾ ഒരാളുടെ കാര്യം നടക്കുന്നത്. അല്ല, നമുക്ക് തന്നെ തോന്നിയത് പെട്ടെന്ന് ഞാൻ വലിയൊരാളാണെന്ന് അങ്ങനെ അല്ല, നമുക്ക് പെട്ടെന്നൊരു ശക്തി. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും ചില സന്ദർഭങ്ങളിൽ അവർക്ക് ആ ഒരു ശക്തി അവരുടെ ദേഹത്തേക്ക് വന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ ശരീരത്തിൽ തന്നെ വേറെ ദേവതാ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവർ വരുന്നതോ പോകുന്നോ ഒന്നും എനിക്കറിയാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ സ്വപ്നം കാണുമ്പോൾ കാണുന്നു, ആ കർമ്മം ചെയ്യുന്നു. തോന്നുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ചില പ്രേത വിഷയങ്ങളുമായിട്ട് ചില ആളുകൾ കാണാൻ വരും. ഭയങ്കരമായ പ്രേത വിഷയങ്ങളുമായിട്ട് വരും. അപ്പോൾ ഇവർ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ പ്രേതത്തിനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടാതെ പോയ വിഷയങ്ങളുണ്ടാവും. പക്ഷെ എനിക്കതൊക്കെ ഒരു നാണയത്തിൽ ഒരു ₹1 നാണയം വെച്ചിട്ട് അതിനെ ആ ആളെ ഈ മരിച്ചു പോയ ആളെ അതിനെ എനിക്ക് തലേന്ന് കാണാൻ പറ്റും. അപ്പം ഇന്ന ഷേപ്പല്ലേ ആ ആളെന്ന് ഞാൻ ഇവരോട് ചോദിക്കും, ഇന്ന ഷേപ്പുള്ള ആളല്ലേ ഈ മരിച്ചു പോയി എന്ന് നിങ്ങൾ പറയുന്ന ആളെന്ന് ചോദിച്ചാൽ
അവർ പറയും അതേന്ന് പറയും. അങ്ങനെയാണ് ആളെ കറക്റ്റ് എനിക്ക് ആ നാണയത്തിലോട്ട് എടുത്ത് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട്, അല്ലാതെ ഒരു ബിംബത്തിൽ പോലും വേണ്ട. ചിലർ വെള്ളി ബിംബത്തിലെ ചില മരപ്രതിമയിലൊക്കെ ആവാഹിക്കും. എനിക്കതൊന്നും വേണ്ട, ഒരു നാണയത്തെ മതി, എനിക്ക് കിട്ടും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇതെന്തായിരിക്കും എനിക്കിങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അതിന് ഹോമവും വേണ്ട, വലിയ മന്ത്രങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ദേവത, ഞാൻ കൂടുതലും മലബാരത്തമ്മേനെ വിളിക്കുന്നത്, അമ്മയ്ക്ക് വിളക്ക് വെച്ച് അമ്മയ്ക്കുള്ള നേദ്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് ഞാനിതെടുക്കും. കാര്യം നമ്മളിലേക്ക്. പക്ഷെ അങ്ങനെ ഏത് ഈ 11 ഗുളികൻ നിൽക്കുന്നതിൻ്റെ ഗുണമാകാം ഒരു പക്ഷേ. 11 ഗുളികൻ നിന്ന അനുഗ്രഹമാണ്, പ്രേതങ്ങൾ മൊത്തം അനുഗ്രഹ സ്ഥാനത്ത് വരുമെന്ന ഒരു പക്ഷേ അതാവാം. ഈ വരുന്ന ഈ പ്രേതം പോലും ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ടാണോ പോകുന്നത്. കാര്യം അവർക്കൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മളിതാക്കി കൊടുക്കുമല്ലേ ചെയ്യുന്നത്. അപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തോ ഒരു നമുക്ക് മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒരു കഴിവ് തമ്പുരാൻ തന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ അമാനുഷിക ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇല്ല. ഈ ഇല്ലാത്ത കാര്യം എന്തിനാ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അമാനുഷിക ശക്തി അല്ല.